നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോശം അതെ ഇങ്ങതാ ഞാൻ കാണിച്ചില്ല. ഇപ്പൊ ശരിയാക്കി തരാം. പിന്നെ ഒന്ന് പോളോ ആലവന അടുത്ത നോക്കാലോ. എങ്ങനെ അടിക്കേണ്ടിരുന്നു പറഞ്ഞതാ. കണ്ടോ നീ? ഓ കണ്ട്. സത്യന് ഇത് കാണാതെ ഇവിടുത്തെ ബഹളം കേട്ട് ഏട്ടന്റെ ഉച്ചവർക്ക് നഷ്ടപ്പെട്ടു അല്ലേ? ആ ഒരു ദിവസം വേറെ ഒന്നും ചെയ്യാനില്ലാത്തോണ്ട് കിടന്നതാ. നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ ഞാനും കളിക്കാൻ കൂടിയാനെ. എന്തിരിടം കുടിക്കോ, നമുക്ക് കളിക്കാം. ഒരു കട്ടൻ ചായ കൊണ്ടുവന്നിട്ട് ഞാനും ഇരിക്കാം. ആ ഇപ്പൊ ഒരു കട്ടൻ കിട്ടിയ നല്ല ഉഷാറാവും. കളിക്കാം. ഞാൻ കൂടി ഇരിക്കാം. ഇരിക്കട്ടെ. നേരത്തടാ നേരത്ത്. പണ്ട് നമ്മൾ കളിച്ചിരുന്ന ബോർഡ് പൊടിതട്ടി എടുത്തു കേട്ടാ. ഇപ്പോഴും പുതിയതുപോലെ ഇല്ലേ? അങ്ങനൊരു കാലം നമുക്കുണ്ടായിരുന്നു അല്ലേ? അതെ. അന്ന് കളി അറിയാത്ത അമ്മ പോലും കൂടെ ഇരിക്കാറുണ്ടായിരുന്നു. ആ അതൊക്കെ ഒരു കാലം. സത്യൻ ഈ ബോർഡ് പൊടി തട്ടിയെടുത്തതുപോലെ നിങ്ങളുടെ ആ പഴയ കാലം നമുക്ക് ഓരോന്നായി തിരിച്ചു പിടിക്കണം. ഇന്ദിരേട്ടാ, പോയ കാലമൊന്നും തിരിച്ചു വരില്ല ശ്യാമേ. അതങ്ങനെയാണല്ലോ. പുതിയ ആളിന് പഴയ ആളെ വഴിമാറി കൊടുക്കണമല്ലോ. പ്രായമാവുന്ന സമയത്ത് കളിയും ചിരിയും തുടർന്നു പോകാനുള്ള മനസ്സുണ്ടാവണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ സന്തോഷം ഒന്നൊന്നായി വേരട്ടിപ്പോവും. നമുക്ക് പറ്റിയത് അതാ. കളിക്കേട്ടാ. അത് മതി. ഇനി ശ്യാമിന്റെ കളി. കുടുംബം കുട്ടിച്ചോറായി കിടക്കുമ്പം നീ ഇവന്മാരോടൊപ്പം ചേർന്ന് കൊത്തങ്കല്ല് കളിക്കുകയാണല്ലേ? അമ്മ ഇത് കൊത്തങ്കല്ല് കളിയല്ല, ക്യാരംസ് കളിയാ. ഈ അമ്മയ്ക്ക് മറവി രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഇതാ. എല്ലാ സ്ഥാനം തെറ്റി ഓർക്കുന്നതാ അതിന്റെ ആദ്യ ലക്ഷണം. നീ ഇവിടെ വലിയ ആളാവാൻ നോക്കല്ലേ? എന്നെ മറവി രോഗിയാക്കി എവിടെങ്കിലും തളച്ചിടാവെന്ന് നിന്റെ ഭർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ടാവൂലേ? അത് വേണ്ട. മനസ്സിലായടാ, എന്റെ ആൺമക്കളും അതിന് കൂട്ടു നിൽക്കുകയാണെന്ന്. ഈ വട്ടമേശ സമ്മേളനവും കളിയും ചിരിയും ഒക്കെ അതിനുള്ള തെളിവാ. എന്റെ അമ്മ വെറുതെ ആവശ്യമില്ലാത്തൊന്നും സങ്കല്പിച്ചുണ്ടാക്കണ്ട. ഒഴിവ് ദിവസം ഞങ്ങൾ ഇവിടുന്ന് കളിച്ചാണോ കുറ്റം? കളിച്ചോടാ, നീ കളിച്ചോ. പക്ഷേ ഈ അമ്മയുടെ തലയ്ക്ക് മുകളിൽ കയറിയിരിക്കാൻ നോക്കുന്നവരുടെ കൂടെയാ നീ കളിക്കുന്നതെന്ന് കൂടി ഓർക്കണം. ഇത് നിനക്ക് ആപത്ത ഇന്ദിര. എന്നോട് കളിച്ചവർക്കൊക്കെ ദൈവം ശിക്ഷ കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോഴും എന്നെ അപമാനിച്ച ഒരുത്തിക്ക് ദൈവം കണക്ക് തീർത്ത് കൊടുത്തത് കണ്ടിട്ടാ ഞാൻ വരുന്നത്. നീന്തതായ മോനെയും കൊണ്ട് ഒറ്റയ്ക്ക് ശബരി വന്നില്ലേ? ഇല്ല, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ. ഇനി ഞാൻ ആ പടി ചവിട്ടില്ല. മാഷേ, ഞാൻ പറഞ്ഞില്ലേ താമസിയാതെ കോറം തയ്യൂന്ന്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അച്ചിട്ടാണെന്ന് ഇപ്പൊ മാഷിനും മക്കൾക്കും മനസ്സിലായി കാണുമല്ലോ. പാടത്തുനിന്ന് പണിയും വരമ്പത്ത് നിന്ന് കൂലിന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാ ഇപ്പൊ കാര്യങ്ങള്. ആനന്ദമാഷ് എന്തായാലും ഭാഗ്യവാനാ. അങ്ങേര് ചാവാൻ കിടക്കുമ്പോ വെള്ളം തൊട്ട് കൊടുക്കാൻ 5 പെൺമക്കളും അടുത്ത് തന്നെ ഉണ്ടാവും.
കാര്യങ്ങളൊക്കെ പതുക്കെ കൈവിട്ട് പോകാനുള്ളൊരു ഗോകുല് മഞ്ചാടിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയതെന്ന് അണ്ണൻ അറിഞ്ഞ സ്ഥിതിക്ക് പല തീരുമാനങ്ങൾക്കും ഇളക്കം തട്ടാൻ സാധ്യതയുണ്ട്. ഇന്ദുവിന്റെ കല്യാണം മുടങ്ങാൻ അമ്മാവൻ എന്തായാലും അനുവദിക്കില്ല. മഞ്ചാടി വീണ്ടും കല്യാണം വേണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് മാറിയെന്നാ അമ്പിളി വിളിച്ചപ്പോ പറഞ്ഞു. ആ, മഞ്ചാടിയും ഗോകുലും തമ്മിലുള്ള കല്യാണം മുടങ്ങിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്ദുവിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഗോകുൽ അതിന് തയ്യാറാവുകയും ചെയ്യും. അണ്ണൻ എന്തെങ്കിലും തീരുമാനം എടുത്തായിട്ട് അമ്പിളി പറഞ്ഞു? ഇല്ല, അമ്മാവനൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല. എന്നാലും എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച ഭാവത്തിലാന്നാ അമ്പിളി പറഞ്ഞേ. പക്ഷേ സച്ചി സാറിന്റെ വീട്ടിൽ അതിനുശേഷം എന്ത് നടന്നു എന്ന് ഒരു വിവരവുമില്ല. സാറും ഗോകുലും 2 ദിവസമായിട്ട് ഓഫീസിലും വരുന്നില്ല. ഇങ്ങനെ ഒരു നിസ്സാര കാര്യത്തിന് മകളുടെ കല്യാണം മുടങ്ങുമെന്ന് പറഞ്ഞാൽ ആർക്കായാലും വിഷമം കാണും. അല്ല, വിഷമിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? പരിഹാരമല്ലേ ഉണ്ടാക്കേണ്ടത്. സച്ചിക്ക് ഈ കാര്യം അണ്ണനെ അറിയിക്കാൻ വിഷമം കാണും. അയാള് നമ്മളെങ്കിലും അറിയിച്ചിരുന്നെങ്കിൽ നമ്മളത് കൈകാര്യം ചെയ്യില്ലെടുക്കും. ഇനി ഏതായാലും അമ്മാവൻ തന്നെ സച്ചി സാറിനെ കണ്ട് എല്ലാം പരിഹരിക്കാറിയും. നാളെ എന്താണ് നടക്കണേന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്കിതിൽ ഇടപെടേണ്ടത്. ഒരു കാരണവശാലും സച്ചിയുടെ മകളുടെ കല്യാണം മഞ്ചാടിയുടെ പേരിൽ മുടങ്ങരുത്. പക്ഷേ അമ്മാവൻ ഈ നേരം വരെ എന്നെ ഒന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല. ഗോകുലോ സച്ചി സാറോ ഇന്ദുവിന്റെ കല്യാണം മുടങ്ങിയ കാര്യം അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കിതിൽ ഇടപെടാനൊരു മടി. നാളെ ആവട്ടെ. ആദ്യം സച്ചിയെ ഞാനൊന്ന് വിളിക്കാം. അവരുടെ തീരുമാനം ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. ഗോകുലിൻ്റെ കല്യാണം മാറ്റിവെച്ച് ഇന്ദുവിൻ്റെ കല്യാണം നടത്താനാണോ അതോ ഗോകുലിന് വേണ്ടി ഇന്ദു മാറിക്കൊടുക്കാനാണോ തീരുമാനം എന്നറിയണം. ആരാ നോക്കി? ഞാൻ നോക്കിട്ട് വരാം. ഒരു ഹോട്ടലിൽ വെച്ച് പീഡനത്തിനിരയായ പെൺകുട്ടിയല്ലേ ഗോകുല് കല്യാണം കഴിക്കാൻ പോന്നെ. ആ വിവാദ നായികയെ തന്നെയാണ് ഗോകുല് കല്യാണം കഴിക്കുന്നെങ്കിൽ എന്റെയും ഇന്ദുവിന്റെയും കല്യാണം നടക്കില്ല. എനിക്കതിലൊരു വിഷമവുമില്ല. എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഏത് ആഗ്രഹവും മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ്. ഇതെന്താ ഏട്ടൻ കടന്നില്ല ഇതുവരെ? നീയും കിടന്നില്ലല്ലോ. ഇന്ദു, നീ സത്യം പറ. രാഹുലുമായിട്ടുള്ള കല്യാണം മുടങ്ങിയതിൽ നിനക്ക് സങ്കടമില്ലേ? എന്ന് ചോദിച്ചാ നമ്മള് വല്ലാതെ സ്നേഹിച്ച ഒരാള് വിട്ടുപോകുന്നതിന്റെ സങ്കടമൊന്നുമില്ല. രണ്ടാളും അങ്ങനെ പ്രണയിച്ചിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ കുറെ നാള് മുമ്പേ തീരുമാനിച്ച കല്യാണമല്ലേ. അതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ അറിയായിരുന്നു എന്റെ വുഡ് ബി ഒരു വലിയ ഡോക്ടറാണെന്ന്.
അവൻ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനായതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് വിളിക്കുമെന്നാ വിചാരിച്ച്. പക്ഷെ ഇതുവരെ ഒരു അനക്കവും ഇല്ലല്ലോ എന്തു. അയാള് വരുമെന്ന് തോന്നുന്നില്ല ഏട്ടാ. നമുക്കത് മറക്കാം. എടി, നീ ഇതൊക്കെ മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും ഇത് ഓർമ്മിപ്പിക്കാൻ പലരും ഉണ്ടാവും. അതൊക്കെ എനിക്കും അറിയാം ഏട്ടാ. ഒക്കെ സഹിച്ചല്ലേ പറ്റൂ. ദാസങ്ങളും രഘുവേട്ടനും വന്നപ്പോ നിനക്ക് വലിയ ധൈര്യമായിരുന്നല്ലോ. ഇപ്പോഴും ധൈര്യത്തിന് കുറവൊന്നുമില്ല. ഞാൻ അയാളെ മറന്ന വേറെ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. പക്ഷേ ഏട്ടനും മഞ്ചാടിയും ഒന്നാവണം. അതിനുവേണ്ടി ഞാൻ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാ. വേണ്ട മോളെ, നീയേ എനിക്ക് വേണ്ടിയല്ല ത്യാഗം ചെയ്യേണ്ടത്, ഞാൻ നിനക്ക് വേണ്ടിയാ. നോക്ക്, നിന്റെ ഏട്ടനല്ലേ ഞാൻ. ഏട്ടാ, മോള് കിടന്നു. പിന്നെ നമുക്ക് രാവിലെ ഇതിനെല്ലാം തീരുമാനം ഉണ്ടാക്കാം. വാ.